ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് മണിക്കൂറുകളായിട്ട് പി എസ് സി ഉദ്യോഗാർത്ഥികൾ മുൾമുനയിലായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നടന്ന LDC എറണാകുളം വയനാട് ജില്ലക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത്രത്തോളം എന്ത് ചെയ്തത് എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചു പോകുന്നത്. ആ ഒരു നിലവിലത്തെ വാർത്തയ്ക്ക് തിരശ്ശീല വീഴുകയാണ്. കാരണം പി എസ് സി ഒഫീഷ്യലായിട്ട് തന്നെ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ എന്ത് ചെയ്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 24-ൽ വന്ന ഒരു ന്യൂസാണ്. LDC ചോദ്യ പേപ്പർ ചോർന്നിട്ടില്ലെന്ന് PSC വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. രാവിലെ നമുക്കറിയാം അത്രത്തോളം കോലിളക്കം സൃഷ്ടിച്ച ഒരു ന്യൂസ് തന്നെയായിരുന്നു ശരിക്കും PSC ചോദ്യ പേപ്പർ തലേ ദിവസം സൈറ്റിൽ എന്നുള്ള കേരള കൗമുദിയിൽ വന്ന ഒരു പേപ്പർ കട്ടിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തത് ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞത്. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന 1 ഡേ എഗോ 2 ഡേ എഗോ എന്ന് കാണിച്ചത് മാത്രമാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു ന്യൂനതയായിട്ട് നമ്മൾ അന്ന് വീഡിയോയിലും കുറച്ച് മുമ്പത്തെ വീഡിയോയിലായാലും നമ്മൾ പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു PSC ക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം എന്തെങ്കിലും ഒരു അപാകത ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി തന്നെ PSC ഒഫീഷ്യലായിട്ട് അറിയിക്കും. അതിനുശേഷം മാത്രമാണ് പ്രിയ ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മറ്റൊരു ആരോപണം PSC-യിലേക്ക് പറയരുത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്തേണ്ടത് വളരെ വ്യക്തതയോടുകൂടി തന്നെ PSC എന്ത് ചെയ്തേണ്ടത് എന്തായിരുന്നു അത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ PSC പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പർ കട്ടിങ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു പിഴവ് ഈ പറയുന്ന മാധ്യമത്തിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുങ്ങിയത് എറണാകുളം മലപ്പുറം LD ക്ലർക്ക് പരീക്ഷ എന്നതാണ്. ഒക്ടോബർ 5-ാം തീയതി നടന്ന എക്സാം എന്ന് പറയുന്നത് എറണാകുളം വയനാടിന് നടന്ന LDC പരീക്ഷയാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് നടന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുന്നത് എറണാകുളം മലപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എന്തുണ്ട്, ചെറുതായിട്ട് ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു അപാകത പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലും കറക്റ്റായിട്ട് നോക്കാതെയാണ് എന്ത് ചെയ്തത് ഇത്രയും വലിയ ഒരു കോലിളക്കം സൃഷ്ടിക്കുന്ന എക്സ്ക്ലൂസീവ് ന്യൂസ് ഈ ഒരു മാധ്യമം പുറത്തേക്ക് വിട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ അപാകതകൾ ഓരോ ഭാഗത്തു നിന്നും വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം അവിടെയും വന്നത്, അറിയത്തില്ല എന്താന്നുള്ളത്. എന്തിരുന്ന് തന്നെയായാലും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തേണ്ട അത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒത്തിരി, അതായത് ഈ പറയുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മളെ ഫോണിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മെസ്സേജസ് ഒക്കെ അയച്ചു. അങ്ങനെ ഒത്തിരി ടെൻഷൻ ആയിട്ടുണ്ട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ എന്തായാലും അതിനെല്ലാം തിരശ്ശീല വീഴുകയാണ്. കാരണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ ഒഫീഷ്യലി എന്ത് ചെയ്യുന്നുണ്ട് അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. PSC ചോദ്യപേപ്പർ തലേ ദിവസം PSC വെബ്സൈറ്റിൽ എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധവും അതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് അതെന്താണ് നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തര സൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒക്ടോബർ 5-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തര സൂചികയും പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വെബ്സൈറ്റിൽ എന്ത് ചെയ്തത് പ്രസിദ്ധീകരിച്ചത്. ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെടുന്നത് സംബന്ധിച്ച കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം എന്ത് ചെയ്തേണ്ട പരിശോധിച്ചു. ഗൂഗിളിന്റെ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ വരുമെന്നും പ്രസിദ്ധീകരിച്ച തീയതിയിൽ അക്കാരണത്താൽ മാറ്റം സംഭവിക്കാമെന്നും ഗൂഗിൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാരണത്താലാണ് ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച് യഥാർത്ഥ സമയത്തിൽ മാറ്റം സംഭവിച്ചത്. ഈ വിഷയം ഗൂഗിളിന്റെ ശ്രദ്ധയിലും എന്ത് ചെയ്തേണ്ട പെടുത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ടൈം സ്റ്റാമ്പിൽ ഇത്തരത്തിൽ കൃത്യതയില്ലാതെ വരാം എന്ന കാര്യം ആർക്കും ലഭ്യമാകുന്നിരിക്കെ അത്തരം പരിശോധന പോലും നടത്താതെയുള്ള വസ്തുതകൾ അന്വേഷിക്കാതെയും ചോദ്യപേപ്പർ തലേന്നാൾ PSC സൈറ്റിൽ എന്ന സ്തോഭജനകമായ വാർത്ത നൽകിയത് അതീവ ഗൗരവമായെന്ന് കമ്മീഷൻ കാണുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യം കമ്മീഷൻ പരിശോധിക്കുന്നതുമാണ് എന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത് PSC ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന അവരുടെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായേണ്ട, അതായത് നിലവിൽ ഈ പറയുന്ന ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച് സമയം തെറ്റായി കണ്ടത് മറ്റൊന്നുമല്ല, ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ അങ്ങനെ വരുമെന്ന് PSC നിലവിൽ ഗൂഗിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നത് എന്നതാണ് PSC പറയുന്നത്. അപ്പോൾ അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അങ്ങനെ ചോദ്യപേപ്പർ ഒന്നും നിലവിൽ ലീക്ക് ആയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ, അങ്ങനെ നിലവിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ PSC എക്സാമിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് ആ സമയത്താണ് അത് എന്ത് ചെയ്യുന്നത് സീല് ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്
എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും അറിയുന്നത് അതിൻ്റെ അകത്ത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് എന്നുള്ളതിനെ കുറിച്ച് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം നിലവിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ആകെ ഒരു ചെറിയൊരു വ്യക്തതക്കുറവ് വന്നത് ഈ പറയുന്ന 1 ഡേ എഗോ അല്ലെങ്കിൽ 2 ഡേ എഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് മാത്രമാണ്. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞപ്പോഴും പറഞ്ഞത് ചെറിയൊരു ഒരു നമുക്കായാലും ആ ഒരു ടൈമിന്റെ ഒരു പ്രശ്നം മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് നമ്മൾ പി എസ് സിയെ വിശ്വസിച്ച് തന്നെ പി എസ് സിയിൽ അർപ്പിച്ച് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് പി എസ് സി വളരെ വ്യക്തതയോടുകൂടി തന്നെ എന്ത് ചെയ്തേണ്ടത്, എന്തായിരുന്നു അതിന്റെ റീസൺ എന്നുള്ളത്. ഗൂഗിളിൽ വരുന്ന ആ ചില മിസ്റ്റേക്കുകളാണ് സെർവറിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു കാരണവശാലും ഇനി ടെൻഷൻ അടിക്കാനോ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതേപോലെ കമന്റ് ബോക്സിലൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എക്സാം മാറ്റണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും നിലവിലില്ല. വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രത്തോളം ഓരോരുത്തർക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് പി എസ് സി എന്ത് ചെയ്തിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരണം നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു, പി എസ് സി തന്നെ അതിൻ്റെ വ്യക്തതയോടുകൂടി തന്നെ ഒരു കാരണം എന്ത് ചെയ്തിരിക്കും, നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാരണം തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ കാര്യം സോൾവ് ആയിട്ടുണ്ട്. എല്ലാ അഭ്യൂഹങ്ങളും ആകാംക്ഷകളും അതേപോലെ തന്നെ സംശയങ്ങൾക്കും എല്ലാം വളരെ വ്യക്തമായ ഒരു ഉത്തരം തന്നെ പി എസ് സി തന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് കരുതുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ചകളോ ബാക്കി കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അടുത്ത് വരുന്ന സെക്രട്ടേറിയറ്റ് OA ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ LDC ഇടുക്കി മലപ്പുറത്തിന്റെ എന്തൊക്കെ ടോപ്പിക്കുകളാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കട്ട് ഓഫ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിനെക്കുറിച്ച് ഒരു വ്യക്തതയോടുകൂടിയ ഒരു വീഡിയോ അടുത്തൊരു ദിവസം തന്നെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം സോൾവ് ആയി. ചോദ്യപേപ്പറിന്റെ കാര്യത്തിലാണെങ്കിലും പി എസ് സിയുടെ കാര്യത്തിലാണെങ്കിലും എന്നും പി എസ് സി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം കോൺഫിഡൻഷ്യലായി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ്, അങ്ങനെ തന്നെ കരുതിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബർ 11 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിലും ഒന്ന് അംഗമാകാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളുള്ളൂ. എല്ലാവരും ഹാപ്പി ആണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.